ഗൾഫ് രാഷ്ട്രങ്ങൾ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ വരുന്നത്. ഇറാൻ UAE-ക്കെതിരെ ആക്രമണം നടത്തിയാൽ ഇപ്പോൾ UAE-യുടെ വളരെ പ്രധാനപ്പെട്ട നയതന്ത്ര ഉപദേഷ്ടാവായ അഹ്മദ് ഖിർകാസ് അദ്ദേഹത്തിനെ വധിക്കാനുള്ള സൂചനയാണ് ഇറാനിൽ നിന്ന് വരുന്നത്. പക്ഷെ അദ്ദേഹത്തെ വധിച്ചു കഴിഞ്ഞാൽ അതിന് ഇറാൻ കാരണം പറയുന്നത് മൊസാദിന്റെ ഒരു ഏജന്റ് ആയിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് എന്നാണ്. എന്നാൽ അഹ്മദ് ഖിർകാസിനെ വധിക്കുകയാണെങ്കിൽ ഇറാന്റെ പരമോന്നത നേതാവ് മുജിത്തബ ഖാംനയെ വധിക്കുമെന്നാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ മാരിഫ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് വളരെ ഗുരുതരമായ ഒരു വാർത്തയാണ്. മാത്രമല്ല UAE-യുടെ അബുദാബിയെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒമാനിന്റെ കേന്ദ്രങ്ങളെ ആക്രമിക്കുമെന്നാണ് ഇസ്രയേൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ദുബൈക്കെതിരെയും അബുദാബിക്കെതിരെയും ആക്രമണം ഉണ്ടായാൽ ഇറാനോട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ഒമാനെ ആക്രമിക്കുമെന്നാണ്. ഈ ഒമാനെ ആക്രമിക്കുമെന്ന് പറയുമ്പോൾ ഒമാൻ ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തിന് വിധേയമാകാതിരിക്കാൻ ഇതിൽ നിന്ന് ഇറാനെ പിന്തിരിപ്പിക്കുക എന്ന ഒരു സ്ട്രാറ്റജിയാണ് ഇപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്നത്. മാത്രമല്ല അഹ്മദ് ഖിർകാസിനെ വധിക്കാതിരിക്കാനാണ് മുജിത്തബ ഖാംനയെ വധിക്കുമെന്ന ഭീഷണി വരുന്നത്. എന്തായാലും നമുക്കറിയാം, ഇന്ന് തന്നെ ഇപ്പോൾ ബഹ്റൈനിലേക്കും കുവൈത്തിലേക്കുമെല്ലാം ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട സീർക്ക് അതുപോലെ തന്നെ കസം എന്നറിയപ്പെടുന്ന ദ്വീപിന് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ പരസ്പരം ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ രാത്രി അതിശക്തമായ യുദ്ധമാണ് അമേരിക്കയുടെയും ഇറാന്റെയും നാവിക സേനകൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നത്. ആ യുദ്ധത്തിൽ അമേരിക്കയുടെ ഒമാൻ ഉൾക്കടലിലുള്ള സൈന്യത്തിന് നേരെ ഇറാൻ ഡ്രോൺ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഈ ആക്രമണം കാരണം അമേരിക്കയുടെ നാവികസേന ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പിൻവാങ്ങിയെന്ന വാർത്തയാണ് വരുന്നത്. എന്തായാലും കൊടുത്തും കൊണ്ടുമുള്ള ശക്തമായ ഒരു ആക്രമണ പരമ്പരയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം ഒരു പ്രതിരോധമാണ്, തിരിച്ചടി മാത്രമാണ്. ഒരിക്കലും ഞങ്ങൾ യുദ്ധമല്ല എന്നാണ് ഇറാനും അമേരിക്കയും ഒരേ സമയം പ്രഖ്യാപിക്കുന്നത്. അതേസമയം ചെറിയ ഒരു തീപ്പൊരി പാറുമ്പോഴേക്ക് പ്രതികരിക്കുകയാണ് ഇറാനും അതുപോലെ തന്നെ അമേരിക്കയും. എന്തായാലും ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ യുദ്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം ഗൾഫ് രാഷ്ട്രങ്ങൾ ആകുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ലോകത്ത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അത്തരം വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. ഈ വാർത്ത ഇസ്രയേലിന്റെ വളരെ പ്രധാനപ്പെട്ട ഔദ്യോഗിക പത്രമായ മാരിവാണ് മുജ്തബ ഖാംനയുടെ ഫോട്ടോ കൊടുത്തുകൊണ്ട് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം ഇത്തരത്തിലുള്ള ഒരു ഭീഷണിക്ക് മുന്നിലും പതറിയിട്ടില്ല എന്ന കാര്യം നമുക്കറിയാം. എന്നാൽ ഈ ഭീഷണിയെയും ഇറാൻ അവഗണിക്കും. ഇറാൻ കരുതിയ സ്ഥലങ്ങളിൽ ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങളിലാണ് ആക്രമണം നടന്നതെങ്കിൽ അതിനപ്പുറത്തേക്കും ആക്രമണം വ്യാപിപ്പിക്കുമെന്നുള്ള ഒരു ഗുരുതരമായ പ്രസ്താവനയാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി നടത്തിയിട്ടുള്ളത്. ഏതായാലും ഈ ആശങ്കയില്ലാതെ സമാധാനം പുലരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.